ഓഹോ, അങ്ങനെ വീട് പണിയാൻ വെച്ചിരുന്ന 20 ലക്ഷം രൂപ അങ്ങ് പോയി കിട്ടി അല്ലേ? വെരി ഗുഡ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. അനീഷേ, നീ എന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുകയാണല്ലേ? അതെ, ഞാൻ സന്തോഷിക്കും. ശോ, നിങ്ങളോട് ആ ഉടായ്പ കമ്പനി പണം നിക്ഷേപിക്കരുതെന്ന് ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞല്ലേ? എന്നിട്ട് കേട്ടോ? അത് പക്ഷെ ഏതൊരു മാളവിക അവള് കയ്യും കടം കളിച്ചപ്പോ നിങ്ങൾ ആ വീട് പണിയാൻ വെച്ച പണം മുഴുവൻ കൊടുത്തു. നീ ഇങ്ങനെ ശവത്തു കുത്തല്ലേ. ഐ ആം സോറി, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ എന്താ ചെയ്യാ, ഞാൻ അവര് പറഞ്ഞ് വിശ്വസിച്ചു. എന്തബദ്ധം? നിങ്ങൾ ബോധപൂർവം തന്നെ ഈ മിസ്റ്റേക്ക് ചെയ്ത, അതല്ലേ സത്യം? ഇനി ഞാൻ എന്ത് ചെയ്യും? വീട് പോയി, പൈസ പോയി, എല്ലാം പോയി. ഇപ്പോൾ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തുന്നു, നാട്ടുകാരെന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് മതിയായി. ഒരു ഇന്റർനാഷണൽ കമ്പനി ഇങ്ങനെ പൊട്ടുന്നു ഞാൻ കരുതിയില്ല. നാട്ടുകാരോടൊപ്പം അച്ഛനോടൊപ്പം ഇനി നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്തുക? നിനക്കെങ്കിൽ എന്റെ വിഷമം മനസ്സിലാവുന്ന ഞാൻ വിചാരിച്ചു. എനിക്ക് മതിയായി. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. ആ മാളവിയെ കെട്ടിപ്പിടിച്ചിരുന്നോ? ഗുഡ് ബൈ. എടി അനീഷ, എടി നീ ഇത് അനുഭവിക്ക്. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ ഉടായ്പ കമ്പനിയിലൊന്നും തലവെക്കണ്ടെന്ന്. എന്റെ വാക്കിന് നീ വില വെച്ചോ? എന്റെ ഒരു ഉപദേശവും നീ കേട്ടില്ല. ഏതായാലും നന്നായി കിഷച്ച. ഞാൻ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് കഴിഞ്ഞ വായ്പ എടുത്തത് തിരിച്ചടക്കണ്ടേ? അതിന് ഇവന് വല്ല ബോധവും വേണ്ടേ? അതാണ് പ്രശ്നം. വായ്പ എന്ന് പറയുന്നത് എന്റെ ശമ്പളത്തിന്റെ പകുതിയോളം വരും. ആണോ? ഷോ, ഇതിപ്പോ ഒന്നും നടന്നതുമില്ല. എന്റെ വീട് നടന്ന സ്വപ്നവും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാൽ ഇങ്ങനെ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പൈസ ഇട്ടാ പോരായിരുന്നോ? അല്ല, ഇതറിഞ്ഞിട്ട് അനീഷ് എന്ത് പറഞ്ഞു? അവൾ ഈ കല്യാണത്തിന് പിന്മാറി. കഷ്ടായി പോയി. UC കമ്പനി പൊട്ടി എന്റെ പൈസ പോയിന്ന് കേട്ടപ്പോ അവൾക്ക് ഇനി കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ശമ്പളത്തിന്റെ പകുതിയോളം തിരിച്ചടവ് എന്നൊക്കെ പറയുമ്പോ അവക്ക് ദഹിക്കുന്നില്ല. കല്യാണം നമ്മൾ ഉറപ്പിച്ചായിരുന്നില്ലേ? ആ കുട്ടിയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾ ഇതിനൊക്കെ നിരപരാധിയാ. എന്ത് ചെയ്യാനാ? അനുഭവിക്കന്നെ. നല്ലൊരു കുട്ടിയായി അനീഷ. എന്നാലും നീ വലിയ അബദ്ധടാ കാണിച്ചത്. മുമ്പ് ആ കമ്പനിയിൽ പൈസ നിക്ഷേപിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായ പൈസ കിട്ടിയെന്നല്ല പറഞ്ഞ്? കിട്ടിയിരുന്നില്ലേ? എനിക്ക് പൈസ കിട്ടിയിരുന്നു. ഇപ്പൊ എന്താ ചെയ്യാ, എന്റെ 1 ലക്ഷം കൂടി പോയി. നിങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഞാനതിൽ നിക്ഷേപിച്ചു. എന്നിട്ടിപ്പോ എനിക്ക് പൈസ പോയി. പലിശ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് സത്യ. പക്ഷേ ആ കമ്പനി ഇങ്ങനെ പൊട്ടൂന്ന് ഞാൻ വിചാരിച്ചില്ലടാ. എന്താ അടുത്ത പരിപാടി? നമുക്കെന്തെങ്കിലും ജോലി വേണ്ടേ? ഉണ്ടല്ലോ. അവർ പുതിയ കമ്പനി തുടങ്ങുന്നുണ്ടോ? അവർ ചൈനയുടെയും ഇംഗ്ലണ്ടിന്റെയും പേരിൽ പുതിയ കമ്പനി തുടങ്ങുന്നു. ഓഹോ, വെരി ഗുഡ്. നമുക്ക് വീണ്ടും കാണാം. ചൈനന്റെ ഒക്കെ പേരിലാണ് അത് ഉറപ്പല്ലേ നമ്മുടെ പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നത്. നിങ്ങളുടെ UC കമ്പനി പൊട്ടിന്ന് കേട്ടു, ശരിയാണോ? ശരിയാണ്. അതങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞാൻ ആ കമ്പനിക്കെതിരെ കേസ് കൊടുക്കും. ഒരു അമേരിക്കൻ കമ്പനിക്കെതിരെ കേസ് കൊടുക്കും. ഇയാള് ന്യൂയോർക്ക് പോയി കേസ് കൊടുക്കും. കേസ് കൊടുക്കണമെങ്കിലേ ന്യൂയോർക്കിൽ പോണ്ടി വരും. അമേരിക്കൻ കമ്പനിയാ. മാത്രവുമല്ല, വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് വരുമാനം. അത് നിങ്ങളെ ബോണ്ടിൽ എഴുതിയിട്ടുണ്ട്. ബായി.